കുറേ ദിവസമായില്ലേ ഡേ ഇൻ മൈ ലൈഫ് കാണാതെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ബാക്കിയിടുന്ന വീഡിയോക്കാൾ വ്യൂസ് എനിക്ക് എന്താ പറയില്ലേ ഡേ ഇൻ മൈ ലൈഫിൽ ഉണ്ട് കേട്ടോ. കുറേ ഒന്നുമില്ല, കുറച്ച് അത്യാവശ്യം. സോ എന്താ പറയില്ലേ, ഇന്ന് എന്താ വീണ്ടും ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ ഇതാ മുറ്റത്ത് ഇറങ്ങിയിട്ടുള്ളത്. അടിക്കുമ്പോഴത്തേക്ക് ഞാൻ വാങ്ങിയ ചെടീൻ്റെ അടുത്ത് പോയി. അപ്പോഴത്തേക്ക് അതിനുള്ളിൽ എന്തിനു പോയെന്നറിയോ, ആ ചെടീന് വെള്ളം ഒഴിക്കാൻ എൻ്റെ പാത്രം വാങ്ങാൻ ഉള്ളിൽ പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ഹെൽപ്പല്ല കേട്ടോ, എട്ടങ്ങേരാക്കിക്കൊണ്ടാണ് വന്നത്. എൻ്റെ പൊന്ന്, ഒരു സാധനം എടുക്കാൻ വേണ്ടിയില്ല. അപ്പോഴത്തേക്ക് ഇച്ചെടുക്കും എല്ലാം ഇച്ചാട്ടാ, എല്ലാത്തിനും ഇച്ച. ഓൻ ഇച്ചാണല്ലോ ഈ വീട്ടിലത്തെ. സോ ഇതാ അപ്പോഴത്തേക്കും ഞാൻ അടിച്ചിട്ട് ക്ലീൻ ആക്കാൻ നിൽക്കുന്നില്ല. എന്നിട്ട് രാവിലത്തെ മൈനെ ഉദ്ദേശം ഇതല്ലേ. ഞാനുണ്ടല്ലോ റൂട്ടീൻ ഇങ്ങനെ മാറ്റാമെന്ന് വിചാരിക്കും, പക്ഷെ അത് പറ്റുന്നില്ല എന്ന്. എനിക്ക് രാവിലെ അടിച്ചെങ്കിൽ ഒരു സമാധാനം എന്തേന്ന് അറിയില്ല. എന്താ പറയുക, ഞാൻ വിചാരിക്കുന്നു ലാസ്റ്റ് ആക്കുന്നത് ഫസ്റ്റ് ആക്കുന്നത് ലാസ്റ്റൊക്കെ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ആക്കാമെന്ന്. പക്ഷേ എല്ലാം താഴെ വന്നിട്ട് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് ഇതാ മാച്ചി ഉണ്ടാവും കേട്ടോ കൈമ. പിന്നെ എന്താ പറയുക, പറഞ്ഞിട്ട് അറിയില്ല. ഇതേന്ന് ശീല ആയത് കൊണ്ട് ഇങ്ങനെ തന്നെ കേട്ടോ. ഡെയിലി എന്ത് ചെയ്യുന്ന അതേ കണക്ക് വീണ്ടും സെയിം ആയിരിക്കും. എൻ്റെ എല്ലാ വ്ലോഗിലും കണ്ടാൽ മതി നിങ്ങൾ, ഇതേ കണക്കായിരിക്കും കേട്ടോ. ഡെയിലി ഇതേ സെയിം ആയിരിക്കും. അടിക്കുക, ക്ലീൻ ആക്കുക, ഇതാക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഇട്ടാം. സോ എന്ത് പറയില്ലേ, ഇന്നത്തെ കോമഡി ഞാനുണ്ടല്ലോ ഇന്നലെ അടിച്ചിട്ട് വാരുമ്പോൾ എന്തായെന്ന് വെച്ചെങ്കിൽ കാട്ടൻകോരി ഞാൻ വേസ്റ്റ് ചാടുമ്പോൾ വേസ്റ്റിൻ്റെ കൂടെ തന്നെ കാട്ടൻകോരി ചാടിയിട്ടാണ്. അപ്പോഴത്തെ കണ്ടത്തിൽ വീണിട്ടുണ്ട്. അതിലാ ഫുള്ള് നിറച്ച് വെള്ളം അങ്ങോട്ട് പോയിട്ടുണ്ട്. എടുക്കാനും പറ്റുന്നില്ല. 2 കയ്യിൽ തന്നെ ഇങ്ങനെ എടുത്തിട്ട് കളിക്കുന്നത്. ഇന്ന് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചിന്തിക്കുന്നുള്ളത് എന്തെന്ന്. പിന്നെ അതാ ഈ ചെക്കനെ കണ്ട TV വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നേരം TV നോക്കിയാലും പിന്നെ എനിക്ക് അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല കേട്ടോ. എന്താ വെച്ചാൽ എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത് നോക്കാനാ എന്താ എൻ്റെ ബാക്കിലേ വരും കേട്ടോ. പക്ഷെ TV ഓഫാക്കാൻ പറ്റില്ല കേട്ടോ. TV റണ്ണിൽ തന്നെ വേണം. പക്ഷെ ആൾ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും കേട്ടോ. അഥവാ എന്താ പറയല് TV ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം വരും കേട്ടോ, അമ്മേ TV എന്തിനാ ഓഫാക്കിനെന്ന് വെച്ചിട്ട്. പക്ഷെ നമ്മളെ ബാക്കിലേ എന്തെങ്കിലും ആക്കിക്കൊണ്ടുണ്ടാവും. അപ്പോൾ എന്താ പറയല്, എല്ലാ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, എല്ലാ കാട്ടും നോക്കിയിട്ടുണ്ടാവും, എല്ലാത്തിനും കണ്ടിട്ടുണ്ടാവും കേട്ടോ. എനിക്കെന്താ പറയുക, ഈ നോക്കുന്നതല്ല പ്രശ്നം, നോക്കിക്കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒന്ന് ബാക്കി വേണ്ടേ. അന്ന് എന്താക്കുക, നെക്സ്റ്റ് എനിക്ക് നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് എപ്പോഴത്തെ വീഡിയോ എന്ന് അറിയാം, ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. സംഭവം ഐ തിങ്ക് മൺഡേ ട്യൂസ്ഡേ എന്താഴ്ച ഞാൻ എടുത്തത്, ചൊവ്വാഴ്ച അല്ല. ഇത് അയാന് സ്കൂളിൽ അംഗൻവാടി പോകുന്ന ഫസ്റ്റ് കേട്ടോ. അപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടാവും, 2-3 days ആയിട്ടാ. സോ എന്താ അപ്ലോഡ് ആക്കാതെന്ന് ചോദിച്ചെങ്കിൽ എനിക്ക് ഈ വീഡിയോ എടുത്തതേ ഓർമ്മയില്ല. കുറേ വ്ലോഗ് ഉണ്ടായത് കൊണ്ടുണ്ടല്ല, അതിനിടയിൽ ഇത് പെട്ടിട്ടാ, അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിട്ടാ. സോ എന്താ പറയലേ, ഇന്ന് ഫസ്റ്റ് ടൈം ഞാൻ അയനെ അംഗൻവാടി ആക്കുന്നില്ലത്. മനസ്സിൽ ഭയങ്കര പേടിയും അതേ കണിക്കുണ്ടല്ല ബേജാറുണ്ട്. പക്ഷെ ഞാൻ തന്നെ കേട്ടോ കൊണ്ടാക്കാൻ പോകുന്നില്ലതും ഞാൻ തന്നെ എടുത്തതും. സോ എന്തുകൊണ്ടെന്നറിയോ, ഞാൻ ഈ മൈനെ എനിക്ക് 1ാമത് വയസ്സായി അംഗൻവാടി പോകുന്നത്. പിന്നെ 2ാമത് എന്താ വെച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ 3 വയസ്സാകുമ്പോൾ തന്നെ അയക്കുന്നത് ഒരേ ഒരു കാരണം എന്താ വെച്ചെങ്കിൽ, നമ്മളെ വീട്ടിൽ അപ്പുറം ഇപ്പുറം നെയ്ബേഴ്സ് ആരുമില്ല. കളിക്കാന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞിക്കൊരു മനുഷ്യൻ കുട്ടിയില്ല. എന്താ പറയുക, അതിനൊക്കെ മുകളിൽ വരും. പിന്നെ ഉമ്മാൻ്റെയൊക്കെ കുറച്ച് നേരം, ഉപ്പാനൊക്കെ കുറച്ച് നേരം, ചെമ്മൂൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു 5 മിനിറ്റ് നമ്മളൊക്കെ കളിക്കും, നമ്മളെ ഡിസ്റ്റർബ് ആക്കും. എന്താ പറയില്ലേ, ഒരു സ്റ്റോർ റൂമിൽ പോകും, ബാത്റൂമിൽ പോകും, ആടെ ഇടുന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കുസൃതിയാക്കി കൊണ്ടുണ്ടാവും കേട്ടോ. ഓനിക്ക് എന്തെങ്കിലും സമയം പോകണമല്ല എന്ന് വെച്ചെങ്കിൽ, ഓൻ്റെ ഉള്ള ഏജിലത്തെ പിള്ളമാരുണ്ടെങ്കിൽ ഓനിക്ക് കളിക്കാൻ പറ്റും. നമ്മളൊക്കെ എത്ര ഇനി കളിച്ചാലും പറ്റിയില്ല കേട്ടോ. ഇനി നമ്മൾ അവർക്ക് ടൈം കൊടുത്താലും അവർക്ക് കളിക്കാനുള്ള ഇത് വരില്ല. അവർക്ക് മാച്ചായ പിള്ളമാരെ കിട്ടിയെങ്കിൽ അവർ കളിക്കും. 1ാമത് TV മാത്രം നോക്കുന്നു, പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു നമ്മളെ ബാക്കിലെ ചുറ്റും. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞ് എന്നാൽ ആടെ ഉണ്ടെങ്കിൽ കുറേ ഫ്രണ്ട്സ് കിട്ടും, പിന്നെ ഒരു ടൈം പോവല്ല. പിന്നെ 2ാമത്തെ കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ട് ചേർക്കുന്നത് എന്താ വെച്ചെങ്കിൽ, നെക്സ്റ്റ് ഇയർ LKG. നമ്മൾ ഇപ്പോൾ അംഗൻവാടി അയക്കാതെ ഡയറക്റ്റ് LKG അയച്ചെങ്കിണ്ടല്ല. ഇപ്പോൾ തന്നെ അയാനൊക്കെ എന്താ പറയുക, ഇപ്പോൾ 2 days ആയിട്ടാണ് അയാൻ അംഗൻവാടി പോകാത്തതെന്ന് വെച്ചെങ്കിൽ, അയക്കാത്തതല്ല, എനിക്ക് ഒട്ടും വയ്യ, പനിയായിട്ട് ഞാൻ കിടക്കുന്നില്ല. അത് എൻ്റെ ഹെൽത്തിന് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സോ അതുകൊണ്ട് എന്താ പറയുക, അംഗൻവാടി അയച്ചിട്ടാട്ടോ. വേറൊരു കോമഡി ഉണ്ട്.
ഞാൻ ടീച്ചർ ചോദിച്ചു നാളെ വരണം അയാനെന്ന് പറയുമ്പോൾ അയാൾ നാളെ അംഗൻവാടി വരുമ്പോൾ ഇല്ല അമ്മയ്ക്ക് സൂചി കുത്താൻ പോകണമെന്ന് പറഞ്ഞു. പാചകത്തേക്ക് ഇതാ പിടി എങ്ങനത്തെ പനി എൻ്റെ പൊന്നെ തല പൊന്തിക്കാനും കഴിയുന്നില്ല. എനിക്കൊന്നും പറ്റിയിട്ടാ. അന്നത്തെ ദിവസം ഗ്രൂപ്പിൽ ലീവ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം എനിക്ക് ലീവ് എന്ന് പറയാൻ പറ്റിയിട്ടാ. സോ എനിക്ക് കഴിയുന്നുണ്ടായിട്ടാ. ഇന്ന് മൊത്തത്തിൽ എന്തെല്ലോ അൽക്കുലത്തായിട്ടുള്ളത് കഴിയുന്നില്ല മൊത്തത്തിൽ ഫുൾ അങ്ങനെ എന്താ പറയുക. ഞാൻ അയൻ അംഗൻവാടീൻ്റെ കാര്യം പറയുന്നുണ്ടായതല്ല. ഇതിന് ഇപ്പം ഞാനുണ്ടല്ലോ ഓനെ അംഗൻവാടി അയക്കാതെ കുറച്ച് ദിവസം സോ എന്താ പറയല് പോയെങ്കിലുണ്ടല്ലോ എല്ലാ ദിവസവും പോകണമെന്നില്ല. കുറച്ച് ഇടവിട്ട് പോയാലും അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LKG പോകുമ്പോൾ കുറച്ച് എനിക്ക് തന്നെ ഹെൽപ്പ്. ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ LKG അയച്ചിട്ട് പെട്ടെന്ന് ഞാൻ അമ്മേൻ്റെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കയറണമെങ്കിൽ ഒന്നും ആക്കാൻ പറ്റില്ല. നമുക്കിനി കുഞ്ഞല്ലേ കരയുന്നല്ല എന്നെ LKG അയക്കാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലല്ല, അയക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. സോ അതുകൊണ്ട് ഞാനുണ്ടല്ലോ അംഗൻവാടിയെങ്കിൽ അതിന് പോയില്ലെങ്കിലും പ്രശ്നമില്ല, പകുതി നിന്ന് കൊണ്ടുവന്നെങ്കിലും പ്രശ്നമില്ല. പക്ഷേ LKG അങ്ങനെയല്ലല്ലോ, അയക്കാൻ പറ്റിയില്ലല്ലോ അവർക്ക് റിട്ടേൺ. സോ അപ്പോഴത്തേക്കും എനിക്കറിയാതെ കുറച്ച് കൂളായിട്ട് നിർണയിച്ച് ഞാൻ എന്താക്കി അംഗൻവാടിക്ക് ഇങ്ങനെ പോയിട്ട് പിന്നെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കളിക്കാൻ കേട്ടോ. കുഞ്ഞ് ആകെ പൊട്ടിച്ചുള്ളത് ഈ TV-ൻ്റെ മുമ്പിൽ മാത്രം. അത് കാണുമ്പോൾ ഖേദമാണ്. എന്താ വെച്ചെങ്കിൽ ശരിക്കും നമുക്കൊരു ഫീലാണ്. കുഞ്ഞിക്കൊന്നുമില്ല, കളിക്കുന്നുണ്ട്, കുറച്ച് നേരം അതിൽ കളിക്കും, പിന്നെ നേരെ TV-ൻ്റെ മുമ്പിൽ, പിന്നെ നേരെ സ്റ്റോർ റൂമിൽ, ഇതന്നെ കേട്ടോ. അപ്പോൾ ശരിക്കും ഫീലാവും. സോ ആടെങ്കിൽ പക്ഷെ ഇപ്പോൾ കോമഡി എന്തെന്നറിയാം, ഇപ്പോൾ 2 days ആയല്ലോ പോവാതെ. ഇപ്പോൾ രാത്രി ആകുമ്പോൾ പറയും അമ്മി ഞാൻ സ്കൂളിൽ പോകുന്നില്ല അമ്മി. ഞാൻ പറഞ്ഞേ ഇന്ന് അംഗൻവാടി പോകണ്ട, നാളെ രാവിലെ അപ്പോൾ നാളെ രാവിലെ അംഗൻവാടി പോകും, പക്ഷെ ഇപ്പോൾ പോകുന്നത് വേണ്ട അമ്മി. ഞാൻ പറഞ്ഞേ ഇല്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു കേട്ടോ. ഓനെ ഫസ്റ്റ് ഡേ പോയിട്ടാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ, ഇന്ന് പോയിട്ടാകുമ്പോൾ ഓനെ ഉച്ച 1 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുവന്നിന് കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഉച്ചയ്ക്ക് എന്താ പറയുക ഓനെ അംഗൻവാടി ആക്കുന്ന വ്ലോഗ് നെക്സ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇതിൽ തന്നെ ഉണ്ട്, പക്ഷെ പറയാം നമുക്ക്. അംഗൻവാടി പോയിട്ടാകുമ്പോഴത്തേക്ക് എന്താ വെച്ചെങ്കിൽ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പഠിച്ചോനെ മറന്നുപോയല്ല. 1 മണിയാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ടീച്ചർ കോളാക്കി. മെയിൻ എന്താണെന്നറിയോ അവന് പ്രശ്നം, അവനക്ക് ഉറങ്ങുമ്പോൾ ഞാൻ വേണം. ഞാനില്ലാതെ അവന് ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ അഥവാ എവിടെയെങ്കിലും പോയെങ്കിൽ തന്നെ ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ഉറങ്ങും, ഇല്ലെങ്കിൽ ഇങ്ങനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് കിടക്കണം. ഇങ്ങനെ തോന്നെ ഇനി നെക്സ്റ്റ് ഇയർ എങ്ങനെ ഇതാക്കും. അപ്പോൾ കുറച്ച് അവനെ മാറ്റുന്നെങ്കിൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ടത്. ഫസ്റ്റ് ആയിരുന്നു ടീച്ചർ എന്താ പറയുക എല്ലാവരും ചോദിച്ചിട്ട് ഉറങ്ങാനുമ്പോഴേക്കും എനിക്ക് മിസ്സായി. ഒന്നാമത് ഓന് വെള്ളം കുടിക്കും കേട്ടോ. ഫീഡിങ് ബോട്ടിൽ നല്ലോണം വെള്ളം കുടിക്കും, അതെനിക്ക് മസ്റ്റ് കിടക്കുമ്പോൾ വേണം. സോ എന്ത് പറയല് അംഗൻവാടിയിൽ കിട്ടിയില്ലല്ലോ, ഗ്ലാസ്സിൽ കൊടുത്തെങ്കിൽ കുടിക്കുന്നില്ല. സോ അതുകൊണ്ട് എന്താ പറയല് ഓനെ ഇതാക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ, കൂട്ടാൻ വന്നിട്ടുണ്ടായത്. സോ നേരെ കേട്ടോ നമ്മൾ ആടെ ഏർമാടം കണ്ട ഡയറക്റ്റ് വന്നെങ്കിൽ അംഗൻവാടി അതിൽ വരാൻ പറ്റുമോ. പക്ഷേ എന്നറിയോ കോമഡി എന്ന് പറഞ്ഞെങ്കിൽ കണ്ടത്തിൽ പകുതി വെള്ളമുണ്ട്, അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ അതിന് ഫസ്റ്റ് ഉണ്ടല്ലോ ഫുള്ള് ചുട്ടാപ്പിയിട്ട് വന്നിട്ടില്ല കേട്ടോ. ഭയങ്കര എനർജിയിൽ വന്നിട്ടുള്ളത്. ഞാൻ ചോദിച്ചാൽ അല്ലാ എന്താവായിരിക്കുമെന്ന്. പക്ഷേ പോയിട്ട് ഞാൻ വരുമ്പോൾ ഉണ്ടല്ലോ കാണാതപ്പോൾ ഒരു 2-3 മിനിറ്റ് എനിക്ക് അറിഞ്ഞിനെ കയറിഞ്ഞിട്ട് ഓനെ ഓക്കെ. പിന്നെ ഞാൻ പോയത് കേട്ടോ. ഇതാ പോയി ഫസ്റ്റ് നല്ല മര്യാദയ്ക്ക് ഇരുന്ന് എല്ലായി. പിന്നെ ഇതാ തുടങ്ങിയിട്ടാ ആള് ഫുള്ള് എനർജി വന്ന് പെരക്കി നിൽക്കുന്ന കോളുണ്ടല്ലോ കുരുത്തക്കണം സ്റ്റാർട്ടായി. ലാസ്റ്റ് ഉള്ളിലെല്ലാം കളിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചാൽ അല്ലാ ഞാൻ എന്താക്കുന്നു. അപ്പോഴത്തേക്ക് ഒരു ഡൗട്ട്, അമ്മി ഇത് ഡോഗല്ല അമ്മി, അമ്മി ഇത് ക്യാറ്റല്ല അമ്മി. എന്നിട്ട് സംശയം ഇതെന്തമ്മി അതെന്തമ്മി. അങ്ങനെ ഒരു ആദ്യത്തെ ആൻറ്റി ഉണ്ട് കേട്ടോ, അവർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടേന്. പിന്നെ എന്താ പറയല് ടീച്ചർ പറഞ്ഞതുകൊണ്ട് അടി ഇരുന്ന് പിന്നെ കഴിഞ്ഞാൽ കണ്ട അവർ പറയുമ്പോൾ മാത്രം അടിങ്ങിട്ടിരിക്കും. പിന്നെ ഇതാ ഓന് തുടങ്ങും. ഞാൻ അല്ലോ ഇനി ടീച്ചർ ഇവർക്ക് തല്ലിയിരിക്കുമോ ഇനി എന്തെങ്കിലും എനിക്കുണ്ടല്ല. ശരിക്കും ടീച്ചറിന് പറയുന്നുണ്ട് നീ പോയിക്കോ, നമ്മൾ നോക്കിക്കോളാം, ജസ്റ്റൊക്കെ അറിയും ഭയ ശരിയാവും. അഥവാ നല്ലോണം കരഞ്ഞെങ്കിൽ ഫസ്റ്റ് ഒരു 1 വീക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോഴത്തേക്കും നമ്മൾ വിളിക്കും, നല്ലോണം കരഞ്ഞിട്ട് ഒട്ടും കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിക്കും, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കാണെന്ന് വരാൻ
പറ്റുന്നില്ല കേട്ടാ. എനിക്ക് എന്താ അറിയില്ല, മനസ്സ് ഒരുമാതിരി വേദന എടുക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂചി കുത്തുന്ന കാണിക്കുന്നുണ്ട് കേട്ടാ. എൻ്റെ ഒരു വിലപ്പെട്ട സാധനം സാധനമല്ല, ഞാൻ എൻ്റെ പകുതി ആടെ ഉള്ളത് എൻ്റെ പഠിച്ചവനെ ഞാൻ ആടെ ആക്കിയിട്ട് വരുമ്പോണ്ടല്ലോ, ഞാൻ എന്നെ എടുത്ത തീരുമാനം. പക്ഷേ പറ്റുന്നുണ്ടായിട്ടാ എന്നെ കൊണ്ട്. ഇത്രയും ടാസ്കാന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് ഹാപ്പി ആയത് ഈ ഒരു മൊമെൻറ്റിൽ കേട്ടോ. ടീച്ചർ പറഞ്ഞ കാണിക്കാൻ ഓനും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓൻ ഫസ്റ്റ് കാണുന്നത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി, പിന്നെ ടീച്ചർ പറയുന്നുണ്ട് ടീച്ചറാക്കി വെക്കാൻ എനിക്ക് എന്നെ ആക്കുന്നല്ല പറഞ്ഞിട്ട്. സോ ഓന് പിന്നെ ഓനാക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി, കോമഡി. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, പെരക്ക് എത്തിയിട്ട് എനിക്കത് പറഞ്ഞു തന്നു കേട്ടോ. അവർ പറയുന്നത് കാണിക്കില്ല, അവരിങ്ങനെ തലയാട്ടണം കൈയാട്ടണം. പെരക്ക് വന്നിട്ട് അമ്മേ തലയാട്ടണം കൈയാട്ടണം. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാ. സോ ഇനിതാ അയ്യന് എന്താ പറയല്, അയ്യനെ ഈടാക്കിയിട്ട് ഞാനുണ്ടല്ലോ ഈ ഡോറിൻ്റെ അടുത്തൊരു 4-5 വിട്ടായി ഞാൻ വരുന്നു. പക്ഷേ എനിക്കൊന്നെ ആക്കിയിട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ട എന്നെ നോക്കിക്കോ, നേരെ ബാക്കിലോട്ട് പോകും. അതേ കണക്ക് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് കസാലയിലിരിക്കും. എനിക്ക് പറ്റില്ല കേട്ടോ ഓനെ പൊട്ടിയിട്ട്. എനിക്ക് എൻ്റെ പൊന്നെ എന്താ പറയല്, ഒരു പറ്റുന്നുണ്ടായിട്ടാ. എന്നെ കൊണ്ട് പറ്റിയുണ്ടായിട്ടാ. അങ്ങനെ ഞാൻ 10 മണിക്ക് വന്ന് ഞാനൊരു 11 മണിയായിട്ടുണ്ടായിന് ഞാൻ റിട്ടേൺ പോകുമ്പോഴത്തേക്ക്. പിന്നെ ഇതാ പാത്ത് വന്നേ പിന്നെ ഓന് കുറച്ചും കൂടി ഉഷാറായി. ഞാൻ പാത്തിനോട് പറഞ്ഞു ഓനിക്ക് പെരക്ക് അങ്ങനെ വാഷ്റൂമൊന്നും അങ്ങനെ പോയില്ല കേട്ടോ. വയ്യത്തിട്ട് ലാസ്റ്റ് വാഷ്റൂം പോകുന്നത് ഞാൻ പറഞ്ഞ് അയ്യാനോ ഇവിടുന്ന് ബാത്റൂം പോകണം എന്നല്ല പറഞ്ഞ് ലാസ്റ്റ് ഞാൻ എന്താക്കി പാത്തിനോട് പറഞ്ഞ് ബാത്റൂമിലെല്ലാം പോകുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്ന മുളകോളം ഇന്നലെ പറയുന്നുണ്ട്. പക്ഷെ കുഞ്ഞെന്നോട് ഓരോന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴല്ല ഞാൻ എങ്ങനെ പോലെ ടീച്ചർ പറയുന്നത് നീ പോയിക്കോ ഞാൻ പോകുന്നില്ല. അതാണ് മെയിൻ സംഭവം. ലാസ്റ്റ് എന്താക്കി ബാബി വന്നിട്ടുണ്ടായിരുന്നല്ല പാത്തിനെ കൊണ്ടാക്കുമ്പോൾ, അങ്ങനെ ബാബിനൊക്കെ പോവാൻ നിൽക്കുന്നില്ല ഇത് കേട്ടോ. എൻ്റെ ഒരാപ്പിളത്തേക്ക് എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ പോയി. പക്ഷേ എൻ്റെ പൊന്നെ അയാനും ഒരു 2 മിനിറ്റ് കരഞ്ഞ് ഞാൻ കുറച്ച് നേരം എങ്ങനെയല്ലോ മനസ്സ് പിടിച്ച് നിന്ന്. പിന്നെ എൻ്റെ കൂടെ പറ്റിയിട്ടാ. പിന്നെ അംഗൻവാടി തൊട്ട് ഞാൻ പെരക്കെത്തുന്നവരെ കരഞ്ഞോട് വന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിട്ടാ. അന്ന് എല്ലാവരും എന്തായി മോളെ കുഞ്ഞിന് അംഗൻവാടി ആക്കിയതാ, സാറിൽ അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിട്ടാ. ആദ്യത്തെ ഓരോരോ അമ്മമ്മ വയസ്സായവർ, പിന്നെ ആദ്യമൊക്കെ എനിക്ക് ചേച്ചിമാരില്ല സാറില്ല അങ്ങനെ ഉണ്ടാവും 2-1 എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറ്റുന്നില്ല. പെരക്ക് വന്നിട്ട് നേരെ മോള് പോയിട്ട് കുത്തിയിരുന്നിട്ട് കരച്ചിൽ എന്തെന്നറിയില്ല. മനസ്സ് ആ സമയത്തുണ്ടല്ലോ എൻ്റെ പോലെ സൂചന ഇങ്ങനെ കുത്തി കൊല്ലുന്ന കാണിക്കണേന്. പിന്നെ ഇക്ക കോളാക്കിക്ക ലാസ്റ്റ് സമാധാനമാക്കി. പിന്നെ കുറച്ച് ഓക്കെ ആയിട്ടാ. പിന്നെ ഇതാ കുറച്ച് നേരം ഇക്കാനൊക്കെ മുന്നിട്ട് നേരെ താഴെ വന്നിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടല്ലോ നെയ്ച്ചോറും പച്ചക്കറി പള്ളിയിലത്തെ കിട്ടിയത് കേട്ടാ. പിന്നെ ഒന്ന് നോക്കിയിട്ട് ഉച്ച സമയമാകുമ്പോഴത്തെ 12-1 മണിയാകുമ്പോഴത്തേക്ക് ഉണ്ടല്ല എന്താ പറയല് കഴിച്ചിട്ടാ. എനിക്ക് ഉറപ്പുണ്ടായിന് എന്താ പറയല് അയ്യാനും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് വരും, ഇന്ന് വേഗം വരും എന്ന് പറഞ്ഞിട്ട്. അതന്നെ ഞാൻ പറഞ്ഞിട്ട് അവനക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അവനക്ക് ഉറങ്ങുമ്പോൾ ഞാൻ വേണം. സോ മിസ്സായിട്ട് ഫസ്റ്റ് ഇതാക്കും. എന്നിട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ട് അവന് തണ്ണി ചോദിക്കും ടീച്ചർ, അപ്പോൾ വെള്ളം കൊടുത്തേക്കണമെന്ന്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാഗ് വാങ്ങിയിട്ട് ഒരു ചെറിയ ബോട്ടിൽ ഇട്ടിട്ട് അയച്ചാൽ മതി. 2-3 പിള്ളമാർക്ക് നല്ലോണം വെള്ളം വേണം. സോ അങ്ങനെ ആക്കിയാൽ മതി, നിങ്ങൾ ഒരു ബോട്ടിൽ കൊടുത്തിട്ട് ഇതാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഇനി ബാഗ് വാങ്ങാൻ പോകണം. ബാഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇതിപ്പോൾ ഞാൻ 2 ഡേയ്സ് കഴിഞ്ഞിട്ടല്ലേ വീഡിയോ പോസ്റ്റ് ആക്കുന്നത്. സോ അങ്ങനെ ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഡേയ്സ് ആയിട്ട് പോയിട്ടാ. പക്ഷെ മൺഡേ മുതൽ ഞാനിതാക്കും. ആപ്പിൾ തിന്നിട്ട് റൂമിലെത്തുമ്പോഴത്തേക്ക് ഉമ്മ വിളിക്കുന്നുണ്ട്, അവസരോ കുഞ്ഞു കരയുന്നുണ്ടല്ലോ പോണല്ലോ. ഞാനും ഒരു ഓട്ടോ ഓടിന് എങ്ങനെയെന്നറിയില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കിയിട്ടമ്മ എനിക്ക് പറ്റിയിട്ടാട്ടാ. അപ്പോഴത്തേക്ക് അമ്മീന്ന് പറഞ്ഞിട്ട് കരഞ്ഞോലു. അത് എന്നെ കാത്തിക്കുന്നില്ലത് എനിക്ക് സങ്കടം തോന്നി. ഒന്നാമത് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ട് നിൽക്കുന്നില്ലത് ഭയങ്കര ടാസ്കാക്കി തോന്നി. അപ്പോഴത്തേക്കും ഓൻ എൻ്റെയൊക്കെ പറയുന്നില്ലത് ഞാൻ കഴിഞ്ഞിട്ട് അമ്മീന്ന് വിളിച്ച് ടീച്ചർ അമ്മീനെ തെന്നില്ല അമ്മീ എന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താ പറയല് എനിക്ക് പോകുമ്പോൾ സങ്കടം തോന്നിയെന്ന് വെച്ചെങ്കിൽ എന്നോട് സമ്മതിപ്പിക്കുന്നുണ്ടായത് അമ്മി ഇച്ചാ കരയില്ല നീ കരയണ്ട. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെന്ന് അറിയില്ല, എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിട്ടാ. സോ ഇനി നേരെ പെരക്ക് പോകുന്നില്ലത് ഗൈസ്. ഇനി നെക്സ്റ്റ് നാളെ അംഗൻവാടിയാക്കണം. അതിൻ്റെ വ്ലോഗ് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. സോ എന്താ പറയല് ഇനി നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം. ബായ്.